ചങ്കിലെ ചോരയാൽ പ്രാണനിലെഴുതിയ നേരിന്റെ പേരാണ് സ്നേഹം. ചോരയാൽ പ്രാണനിൽ എഴുതിയ നേരിന്റെ പേരാണ് സ്നേഹം. ചങ്കിലെ ചോരയാൽ പ്രാണനിൽ എഴുതിയ നേരിന്റെ പേരാണ് സ്നേഹം. മനവിറ്റു വീഴുമീ സ്നേഹപ്രവാഹത്തിൻ മനവേറ്റുരുതുമായ പാടിലങ്ങൾ, മനവേറ്റുരുതുമായ പാടിലങ്ങൾ. ചങ്കിലെ ചോരയാൽ പ്രാണനിൽ എഴുതിയ നേരിന്റെ പേരാണ് സ്നേഹം. സ്നേഹം പാടാനും പറയാനും എല്ലാം എന്തൊരു എളുപ്പം. പക്ഷേ ഈ പറയുന്ന സ്നേഹം ആരിലാണുള്ളത്? എല്ലാവരും സ്നേഹിക്കുന്നത് അവരവരെ തന്നെയല്ലേ? അവരവരുടെ ഇഷ്ടങ്ങളെ മാത്രം. ഈ പറയുന്നത് കേട്ടാ തോന്നും ഞാൻ എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പറയേണ്ട താമസം കയ്യോടെ എല്ലാം ഒന്ന് പരിഹരിച്ചു തരുമെന്നല്ലേ? നിന്നോട് സംസാരിക്കാൻ ഞാനില്ലാത്ത സുഹൃത്ത്. അല്ലെങ്കിലും എല്ലാം മുൻവിധിയോടെ കാണാൻ ശീലിച്ചവർക്ക് മറ്റുള്ളവർ പറയുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം തെറ്റുകൾ മാത്രമാണ്. ശരിയാണ്, ഞാനത്ര നീതിമാനൊന്നുമല്ല. പക്ഷെ എന്നിൽ തെല്ലും നന്മയില്ലെന്ന് മാത്രം പറയരുത്. ഓ പിന്നെ പിന്നെ നിന്നെ കുറിച്ച് എന്താണ് പറയേണ്ടത്? നിന്റെ വിചാരം നീ ആരാണെന്നാണ്? ഇടർച്ചകളുടെ തുടർക്കഥയല്ലേ നിന്റെ ജീവിതം? നിന്റെ ജീവിതത്തിൽ നിന്ന് ഇനി നിനക്ക് എന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? പ്രതീക്ഷകൾ, സ്വപ്നങ്ങൾ എല്ലാം നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഉണ്ടായിരുന്നു. ജീവിതത്തോട് എന്തൊന്നില്ലാത്തൊരു ആവേശമായിരുന്നു എനിക്ക്. പക്ഷെ എല്ലാം തകർന്നു. ആരെയും കുറ്റപ്പെടുത്താനില്ല, ഞാൻ തന്നെയാണ് എല്ലാം തകർത്ത് കളഞ്ഞു. അല്ല, ഇതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? മുന്നറിയിപ്പുകൾ, സൂചനകൾ നിനക്ക് ലഭിച്ചിരുന്നില്ലേ? മനസാക്ഷിയുടെ എല്ലാ എതിർപ്പുകളെ അവഗണിച്ച് കൊടും വഞ്ചനയുടെ ചുടുചുംബനത്തോളം നീ വളർന്നു. മരണം അതാണ് നീ അർഹിക്കുന്നത്. എന്റെ ഹൃദയഭിത്തികൾ തകരുന്നു. മാരകദൂതന്മാർ നിന്നെയും തേടിയിറങ്ങി. ഇതിട്ടോളൂ ഗെത്സമനിയിലെ വഞ്ചനക്കുപ്പായം. ഇതാണ് നിനക്ക് ചേരുന്നത്. ഇതാ നീ പിടിച്ചോളൂ അക്കൽദാമേലിന്റെ കുറുക്കുവഴി. കുറ്റബോധങ്ങളിലേക്ക് നയിച്ച സന്തോഷങ്ങളെ പ്രതി നിന്റെ മനസ്സാക്ഷി നടത്തുന്ന കലമ്പലുകൾ ഇന്നത്തോടെ തീർന്നിരിക്കണം. നിന്നെ സ്നേഹിച്ചവരുടെയും വിശ്വസിച്ചവരുടെയും സകല കണക്ക് പറച്ചൽ ഇന്നത്തോടെ അവസാനിക്കണം. നിന്നെ വീണ്ടും വീണ്ടും തോൽപ്പിക്കുന്ന സകലത്തിൽ നിന്നും എന്നേക്കുമായി നീ ഓടി മറയണം. എന്ത് പറ്റി? എന്താണ് നീ അന്വേഷിക്കുന്നത്?
അമ്മയോ? അമ്മേ, ഞാൻ പച്ചൊരു മരക്കൊമ്പ് തേടുകയായിരുന്നു. മരക്കൊമ്പോ? എന്തിന്? ഈ ജീവിതം അതെനിക്ക് പാലിച്ചിരിക്കുന്നു അമ്മേ. അന്ധകരണങ്ങളെ കൊള്ളയാക്കി ഉള്ളുകൊള്ളാതെ ഞാൻ പറഞ്ഞതും പ്രവർത്തിച്ചതുമല്ല. വെറും കാപട്യമായിരുന്നില്ലേ? അതുവഴി ആരൊക്കെയോ ഏതൊക്കെയോ കാൽവരികളിലേക്ക് വലിച്ചെടുക്കപ്പെട്ടു. മുറിവേൽപ്പിക്കപ്പെട്ടു. ഇങ്ങനെ എനിക്കിനി വയ്യ. തോറ്റ് 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 സകലയിടത്തും തോറ്റ്. ഈ ജീവിതം ഇനി ഇങ്ങനെ മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് നല്ലത്. അവസാനിപ്പിക്കണം. ഇന്നത്തോടെ എല്ലാം അവസാനിപ്പിക്കണം. മോനെ ജൂഡ്, വിജയിയാകാനല്ല വിശ്വസ്തനാകാനാണ് അവൻ നിന്നെ വിളിച്ചത്. പിഴവുകൾ ഏറെ ഉണ്ടായിട്ടും ഒരു നോട്ടം കൊണ്ട് പോലും അവൻ നിന്നെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടോ കുഞ്ഞേ? ക്രിസ്തുവിന്റെ അമ്മ, ജീവിതത്തിന്റെ ശുഭ്രവഴികൾ മാത്രമേ അമ്മയ്ക്ക് പരിചയമുള്ളൂ. എന്നാൽ ഞാൻ അങ്ങനെയല്ല. അനുതാപം ആഗ്രഹിക്കാത്തതുമെല്ലാം അനുവർത്തിച്ചു പോകുന്നവന്റെ ഹൃദയവേദനയെ കുറിച്ച് ആരോട് പറഞ്ഞാൽ ആർക്ക് മനസ്സിലാകും? അമ്മേ, ദയവ് ചെയ്തു എന്റെ വഴി മുടക്കരുത്. ഈ കയറും തൂക്കും എന്റെ ജീവശ്വാസം കുരുങ്ങി പിടഞ്ഞു പിടഞ്ഞു. എന്റെ തോൽവികളുടെ അവസാനത്തെ കയ്പ് എനിക്ക് തുടങ്ങണം. ജൂഡ്, നിന്നെ വിളിച്ചിറക്കിയവനെ ഓർക്കുക. അവൻ പറഞ്ഞതിരിക്കുന്ന ഓർമ്മിക്കുക. പോകുന്നിടങ്ങളിലെല്ലാം സുവിശേഷത്തിന്റെ വാക്കുകൾ കേട്ട് സഹനത്തിന്റെ മാർഗത്തിലൂടെ പോകുക. ഇതായിരിക്കും, അവിടെയായിരിക്കും നിന്റെ മരണം. നിനക്കെന്നെ നന്നായി അറിയാവുന്നതല്ലേ? നിന്റെ നിഷ്കളങ്കമായ നാർദീൻ സ്നേഹത്തിന്റെ പോലും വിലയിരുത്തവനല്ലേ ഞാൻ? മോനെ ജൂഡ്, നിന്റെ കരുത്തിലേക്കല്ല, പകരം അവന്റെ കരുണയിലേക്കാണ് നീ നോക്കേണ്ടത്. മരണത്തിന്റെ നിർജ്ജന തീരങ്ങളിലൂടെ അലയേണ്ടവനല്ല നീ, പകരം ജീവന്റെ പാതേയമാകുന്ന നിന്റെ നിയോഗങ്ങളിലൂടെയാണ് നീ നടക്കേണ്ടത്. പക്ഷേ അവിശ്വസ്തതകളുടെ നീണ്ട പട്ടികകളല്ലേ എനിക്ക് മുന്നിൽ തൂങ്ങിക്കിടക്കുന്നത്. രക്തചുംബനങ്ങളാൽ ഒറ്റക്കൊടുക്കുമ്പോഴും സ്നേഹിത എന്നല്ലേ നിന്നെ അവൻ വിളിച്ചത്. താളം തെറ്റിയ കാൽപ്പാടുകൾ ഇനിയൊരിക്കലും പകരം തിരിഞ്ഞു നോക്കാൻ തീരുമാനമെടുക്കുക. എന്റെ വാക്കുകൾക്ക് ഇനി ആര് വില കൽപ്പിക്കും? ആരുടെ മുമ്പിൽ എനിക്ക് സ്വീകാര്യത ഉണ്ടാകുമെന്ന വലിയ വ്യതയാണ് എനിക്കിപ്പോഴുള്ളത്. വാൾ വരുന്നത് കണ്ടിട്ടും മുന്നറിയിപ്പുകൾ നൽകാൻ കഴിയാത്തവന്റെ വിധിയാണ് നീ കുറ്റപ്പെടുത്തേണ്ടത്. ആരെനിക്കായി പോകുമെന്ന ചോദ്യത്തിനാണ് കുഞ്ഞെ നീ ഉത്തരം കണ്ടെത്തേണ്ടത്. മരണമേ നിന്റെ വിജയമെവിടെ? മരണമേ നിന്റെ ദംശ
വെറും വാക്കുകളല്ലിത്. ആഴിയാണ്, അഗ്നിയാണ്, ആത്മാവാണ്. എന്റെ രക്തധമനികളിൽ ഉറഞ്ഞുകൂടിയ മരണത്തിന്റെ മരവിപ്പ് ഇതാ ഇപ്പോ തിരിച്ചിറങ്ങിയിരിക്കുന്നു. ഞാൻ ഏതൊക്കെയോ ജീവന്റെ നീർച്ചാലുകളിലേക്ക് നയിക്കപ്പെടുന്നത് പോലെ മരണത്തിന്റെ ഈ ഉളയാളുകൾ ഇനി എനിക്ക് വേണ്ട. എന്റെ കൽഭരണിയിലെ പച്ചവെള്ളം സ്നേഹത്തിന്റെ വീര്യമുള്ള പുതുവീഞ്ഞായി രൂപാന്തരപ്പെടുന്നു. മരണമേ നിന്റെ വിജയമേവിടെ, മരണമേ നിന്റെ ദംശനമേവിടെ, മരണമേ നിന്റെ വിജയമേവിടെ, മരണമേ നിന്റെ ദംശനമേവിടെ. തക തക തിമി തക തക തിമി തക തക തിമി തോ. ഓരോ യുദാസിനും ഓരോ പത്രോസുമാർക്കുള്ള സാധ്യതകളുണ്ട് എന്ന തിരിച്ചറിവ് സമ്മാനിച്ചുകൊണ്ട് തിരിച്ചറിവിന്റെ നേരം, തീരുമാനത്തിന്റെ ദൂരം എന്ന ഈ ദൃശ്യാവിഷ്കാരം ഇവിടെ സമാപിക്കുന്നു.